നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിലെ ധാറിൽ ഇന്ന് സ്വസ്ഥ നാരി സശക്ത് പരിവാർ 8ാമത് രാഷ്ട്രീയ പോഷൺ മാഹ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ഇന്ന് ബിജെപി രാജ്യവ്യാപകമായി സേവാപക്ഷാചരണം ആരംഭിക്കും. വികസന പ്രവർത്തനങ്ങൾ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനത്തിന് സുസ്ഥിര മാതൃകകൾ ഏറെ ആവശ്യമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ സ്ത്രീ ക്ലിനിക്കുകൾ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വിശ്വകർമ്മ ജയന്തി. ഐസിസി വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശിലെ ധാറിൽ സ്വസ്ഥ നാരി സശക്ത് പരിവാർ 8ാമത് രാഷ്ട്രീയ പോഷൺ മാഹ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കും. ഇന്നു മുതൽ ഒക്ടോബർ 2 വരെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകൾ, കമ്മ്യൂണിറ്റി സെന്ററുകൾ, ജില്ലാ ആശുപത്രികൾ, മറ്റ് ഗവൺമെന്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് പ്രചാരണ പരിപാടികൾ. ഇതിന്റെ ഭാഗമായി 1 ലക്ഷത്തിലേറെ ആരോഗ്യ ക്യാമ്പുകളും സംഘടിപ്പിക്കും. മാതൃ ശിശു ആരോഗ്യ ബോധവൽക്കരണത്തിന് സുമൻ ശക്തി ചാറ്റ് ബോട്ടും പ്രധാനമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്. രാജ്യവ്യാപകമായ പ്രചാരണത്തിൽ സ്ത്രീ കേന്ദ്രീകൃത പ്രതിരോധ പ്രോത്സാഹന ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാകും. വിളർച്ച, ക്ഷയം, അരിവാൾ കോശരോഗം എന്നിവ നേരത്തെ കണ്ടെത്താനും ചികിത്സ നൽകാനും പ്രത്യേക ശ്രദ്ധ നൽകും. പ്രസവപൂർവ്വ പരിചരണം, പ്രതിരോധ കുത്തിവയ്പ്, പോഷകാഹാരം, ആർത്തവ ശുചിത്വം, ജീവിതശൈലി, മാനസികാരോഗ്യ അവബോധം എന്നിവയിലൂടെ മാതൃ ശിശു കൌമാര ആരോഗ്യം വളർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. രാജ്യവ്യാപകമായി രക്തദാന ഡ്രൈവുകളും സംഘടിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ബിജെപി രാജ്യവ്യാപകമായി സേവാപക്ഷാചരണം ഇന്ന് ആരംഭിക്കും. ഒക്ടോബർ 2 വരെ നീളുന്ന പക്ഷാചരണകാലത്ത് ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികളെപ്പറ്റി വിപുലമായ ബോധവൽക്കരണ പരിപാടികളും സ്വച്ഛതാ പ്രോത്സാഹന പരിപാടികളും സംഘടിപ്പിക്കും. പരിസ്ഥിതി സംരക്ഷണം, ജലവിതരണം എന്നിവയെപ്പറ്റിയും അവബോധ പരിപാടികൾ ഉണ്ടായിരിക്കും. സേവാ പഖ്വാഡയുടെ ഭാഗമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിലെ ത്യാഗരാജ് സ്റ്റേഡിയത്തിൽ 15 പ്രധാന പദ്ധതികൾക്ക് ഇന്ന് തുടക്കമിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജന്മദിനാശംസകൾ നേർന്നു. നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ചാണ് ട്രംപ് ആശംസകൾ അറിയിച്ചത്. ഇന്ത്യ അമേരിക്ക സമഗ്ര പങ്കാളിത്തം ഉറപ്പാക്കാൻ ട്രംപിനെപ്പോലെ തന്നെ താനും പ്രതിബദ്ധനാണെന്ന് സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ പ്രധാനമന്ത്രി കുറിച്ചു. രാജ്യത്ത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ന് യാത്രീ സേവാ ദിവസ് ആഘോഷിക്കുന്നു. യാത്രക്കാർക്കായി നിരവധി പരിപാടികൾ ദിനാചരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിൽ യാത്രക്കാരെ പരമ്പരാഗത രീതികളിൽ സ്വാഗതം ചെയ്യും. പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. പുരുഷത്തൈനടയിൽ നാടോടി നൃത്ത പ്രകടനങ്ങൾ, കുട്ടികൾക്കായി പെയിന്റിംഗ് ക്വിസ് മത്സരങ്ങൾ, എയർപോർട്ട് ബ്രാൻഡിംഗ് ഫോട്ടോ ബൂത്തുകൾ, രക്തദാന ക്യാമ്പുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. ലക്ഷദ്വീപിൽ നാടോടി നൃത്തങ്ങളായ കോൽക്കളി, പരിചക്കളി, ദഫ്മുട്ട് എന്നീ ഇനങ്ങൾ പ്രദർശിപ്പിക്കും. വികസന പ്രവർത്തനങ്ങൾ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനത്തിന് സുസ്ഥിര മാതൃകകൾ ഏറെ ആവശ്യമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വികസനത്തോടൊപ്പം പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്ന പദ്ധതികളാണ് കേരളത്തിന് ആവശ്യം. ഹരിതകേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നിർമ്മിച്ച പച്ചത്തുരുത്തുകളിൽ മികച്ചവയ്ക്ക് പുരസ്കാരം നൽകുന്ന ചടങ്ങിൽ തിരുവനന്തപുരത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പുഴകളും നീർച്ചാലുകളും വീണ്ടെടുക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ, പശ്ചിമഘട്ട മേഖലയിലെ നീരൊഴുക്ക് പുനരുജ്ജീവിപ്പിക്കുന്ന സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം തുടങ്ങിയ ഹരിതമിഷൻ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ശുചിത്വം, മാലിന്യ സംസ്കരണം, ജലസുരക്ഷ, ജലസംരക്ഷണം തുടങ്ങിയ മേഖലകളിലും ഹരിതകേരളം മിഷന്റെ പ്രവർത്തനങ്ങൾ വൻ മാറ്റങ്ങൾ സൃഷ്ടിച്ചതായി മുഖ്യമന്ത്രി വിലയിരുത്തി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ നഗര ഗ്രാമീണ മേഖലകളിലെ ശുചിത്വ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ശുചിത്വോത്സവം ഇന്ന് ആരംഭിക്കും. നവംബർ 1 വരെ നീളുന്ന ക്യാമ്പയിന്റെ ഭാഗമായി അനധികൃത മാലിന്യം തള്ളൽ കേന്ദ്രങ്ങൾ കണ്ടെത്തി സമയബന്ധിതമായി ശുചീകരിക്കും. പൊതുസ്ഥാപനങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കും. സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കിയ പ്രദേശങ്ങളിൽ സീറോ വേസ്റ്റ് ആഘോഷങ്ങളും സംഘടിപ്പിക്കും. കുട്ടികൾക്കായി മത്സരങ്ങൾ, വാതിൽപ്പടി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ശുചിത്വ തൊഴിലാളികളെ ആദരിക്കൽ, ശുചിത്വ സന്ദേശ ചുവർച്ചിത്രം വരയ്ക്കൽ തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും. സംസ്ഥാനത്തെ സ്ത്രീ ക്ലിനിക്കുകൾ തിരുവനന്തപുരം പള്ളിത്തുറ ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ സ്ത്രീകൾക്കായി സമർപ്പിക്കുന്ന പദ്ധതിയാണിതെന്ന് മന്ത്രി പറഞ്ഞു. സ്ത്രീകളുടെ ആരോഗ്യം കുടുംബത്തിന്റെ കരുത്താണ്, ശാരീരിക ബുദ്ധിമുട്ടുകൾ അവഗണിക്കരുത് എന്നീ ഓർമ്മപ്പെടുത്തലുകളിലൂടെ പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
സ്ത്രീ ക്ലിനിക്കിന്റെ ഭാഗമായി എല്ലാ ചൊവ്വാഴ്ചയും ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ത്രീകൾക്ക് പ്രത്യേക പരിശോധനയും ആരോഗ്യ സേവനങ്ങളും ലഭ്യമാക്കും. 5415 ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും 322 നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും 102 നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും പരിശോധനാ സൌകര്യമുണ്ടായിരിക്കും. സ്ത്രീ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം കേന്ദ്രങ്ങളിൽ പരിഹാരം ലഭ്യമാകുമെന്ന് വീണ ജോർജ് അറിയിച്ചു. മാർച്ച് 8 വരെ നീളുന്ന ക്യാമ്പയിന്റെ ഭാഗമായി പ്രത്യേക പരിശോധനകളും ബോധവൽക്കരണവും സംഘടിപ്പിക്കും. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ അയൽക്കൂട്ട സ്ക്രീനിംഗ് ക്യാമ്പുകളും ഉണ്ടായിരിക്കും. എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലും ആഴ്ചയിലൊരിക്കൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ സേവനം ഉറപ്പാക്കും. പരിശോധനകളിൽ വിദഗ്ധ ചികിത്സ വേണ്ടവരെ മികച്ച ആശുപത്രികളിലേക്ക് റഫർ ചെയ്യും. സംസ്ഥാന ഗവൺമെന്റിന്റെ ഇ ഗവേണൻസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. 9 വിഭാഗങ്ങളിലാണ് അവാർഡ്. ഇ സിറ്റിസൺ സർവീസ് ഡെലിവറി ആന്റ് എം ഗവേണൻസിൽ ഹൈക്കോടതിക്കാണ് ഒന്നാം സ്ഥാനം. ഡിജിറ്റൽ പ്രോസസ് റീ എഞ്ചിനീയറിംഗിൽ ധനകാര്യ വകുപ്പിനും തദ്ദേശഭരണ ശുചിത്വ മിഷനുമാണ് ഒന്നാം സ്ഥാനത്തിന് അർഹരായത്. മികച്ച വെബ്സൈറ്റിൽ IHRD ചാക്ക ഇൻഫർമേഷൻ ടെക്നോളജി ഒന്നാമതെത്തി. കോഴിക്കോട്ടെ വി രാജേഷിന്റേതാണ് മികച്ച അക്ഷയ കേന്ദ്രം. സോഷ്യൽ മീഡിയ ഇ ഗവേണൻസ് വിഭാഗത്തിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒന്നാം സ്ഥാനം നേടി. ഈ മാസം 25-ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡുകൾ സമ്മാനിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് വിശ്വകർമ്മ ജയന്തി. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ശോഭായാത്രകളും സാംസ്കാരിക സമ്മേളനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആലുവയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വൈകിട്ട് വിശ്വകർമ്മ ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൊല്ലം അഞ്ചലിൽ മന്ത്രി ചിഞ്ചുറാണി, പത്തനാപുരത്ത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ, കൊട്ടാരക്കരയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ എന്നിവരും വിശ്വകർമ്മ ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശബരിമലയിൽ കന്നിമാസ പൂജകൾക്ക് പുലർച്ചെ തുടക്കമായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ ഈ മാസം 20-ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അതിനിടെ ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ ഇന്ന് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരും. ദേവസ്വം ബോർഡിന്റെ തടസ്സ ഹർജിയും ഇതോടൊപ്പം സുപ്രീംകോടതി പരിഗണിക്കും. ഗുരുവായൂരിലെ പുതിയ മേൽശാന്തി തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. ബ്രഹ്മശ്രീ തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ പരമ്പരാഗതമായ രീതിയിൽ ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പുതിയ മേൽശാന്തിയെ തെരഞ്ഞെടുക്കുന്നത്. പ്രശസ്ത കർണാടക സംഗീതജ്ഞ MS സുബ്ബലക്ഷ്മിയുടെ ജീവചരിത്ര ഗ്രന്ഥം ശിവം ശുഭം ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിൽ ഇന്നലെ പ്രകാശനം ചെയ്തു. ഗാനരചയിതാവും കവിയുമായ BK ഹരിനാരായണനാണ് പുസ്തകം എഴുതിയത്. തൊടുപുഴ മുതലിയാർമഠം ക്ഷേത്രത്തിൽ ഈ മാസം 19, 20 തീയതികളിൽ നാരായണീയ സത്രം സംഘടിപ്പിക്കും. 19-ന് വൈകിട്ട് യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും. ICC വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. ചണ്ഡിഗഡിൽ ഉച്ചയ്ക്ക് 1:30-നാണ് മത്സരം. ആദ്യ ഏകദിനത്തിൽ ഓസ്ട്രേലിയയാണ് വിജയിച്ചത്. അബുദാബിയിൽ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനെ 8 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി ഗ്രൂപ്പ് എ മത്സരത്തിൽ പാകിസ്ഥാൻ UAE-യെ നേരിടും. ടോക്കിയോയിൽ ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര ഇന്ന് മത്സരിക്കും. 2023-ൽ ബുഡാപെസ്റ്റിൽ സ്വർണവും 22-ൽ USA-യിൽ വെള്ളിയും നേടിയ ചോപ്ര മൂന്നാമത്തെ ലോക ചാമ്പ്യൻഷിപ്പ് മെഡലാണ് ലക്ഷ്യമിടുന്നത്. ഇടുക്കി നെടുങ്കണ്ടം ജില്ലാ സ്പോർട്സ് അക്കാദമിയിൽ അത്ലറ്റിക്സ് ഹോസ്റ്റലിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിച്ചു. ഗ്രൌണ്ടില്ലാത്തതുകൊണ്ട് 2 വർഷം മുൻപ് ഹോസ്റ്റലിന്റെ പ്രവർത്തനം നിർത്തിവച്ചിരുന്നു. സ്വന്തം കെട്ടിടം പണിയുന്നതിന് 5 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് നീർക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ നിയമസഭയെ അറിയിച്ചു. KV സുമേഷ് MLA-യുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഡേറ്റിംഗ് ആപ്പ് വഴി ബന്ധം സ്ഥാപിച്ച് പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കാസർകോട് ബേക്കൽ AEO അടക്കം 18 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇവർക്കെതിരെ പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും വിവരാവകാശ നിയമം ആഴത്തിൽ അറിഞ്ഞിരിക്കണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ KM ദിലീപ് കാസർകോട്ട് പറഞ്ഞു. RTIയുമായി ബന്ധപ്പെട്ട് കാസർകോട് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പരിശീലന ക്ലാസ് നയിക്കുകയായിരുന്നു കമ്മീഷണർ. കാഴ്ചയില്ലാത്തവർ ഉൾപ്പെടെ ഭിന്നശേഷിക്കാർ വിൽക്കുന്ന ലോട്ടറി ടിക്കറ്റുകളെ GSTയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ആവശ്യപ്പെട്ടു. GST വർധന തീരുമാനത്തെ തുടർന്ന് ലോട്ടറി വിൽപ്പന ഗണ്യമായി കുറഞ്ഞെന്ന് KFB സംസ്ഥാന ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിലെ ധാറിൽ ഇന്ന് സ്വസ്ഥ നാരി സശക്ത് പരിവാർ 8ാമത് രാഷ്ട്രീയ പോഷൺ മാഹ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ഇന്ന് BJP രാജ്യവ്യാപകമായി സേവാ പക്ഷാചരണം ആരംഭിക്കും. വികസന പ്രവർത്തനങ്ങൾ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനത്തിന് സുസ്ഥിര മാതൃകകൾ ഏറെ ആവശ്യമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ സ്ത്രീ ക്ലിനിക്കുകൾ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വിശ്വകർമ്മ ജയന്തി.
ഐസിസി വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.